നമസ്കാരം. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിനടുത്തുള്ള നഹ്റലഗണിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഇന്ന് നാഗാലാൻഡിലേക്ക് ഒരു യാത്ര പോവുകയാണ്. നഹ്റലഗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 8:20 നാഗാലാൻഡിലെ ഷോക്കുവിയിലേക്ക് പോകുന്ന ഡോണി പോളോ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. അവിടെയുള്ള ട്രെയിനാണ് ഡോണി പോളോ എക്സ്പ്രസ്. പിന്നെ ഇവിടെ വെൽക്കം ടു അരുണാചൽ പ്രദേശ് എന്നൊരു ബോർഡ് കണ്ട അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇവിടത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നർ ലൈൻ പെർമിറ്റ് വേണം. ഓൺലൈൻ വഴി നമുക്ക് എടുത്തിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ എത്തിയതിന് ശേഷം എടുക്കാം. അപ്പോൾ അതിനുള്ള ചെറിയൊരു കൗണ്ടറാണ് ഇവിടെ ആയിട്ട് കാണുന്നത്. ട്രെയിൻ വരുന്ന സമയത്ത് അവിടെ അത് ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് റെയിൽവേൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെയാണ് ഡോർമെട്രിയും റിട്ടയർ റൂമൊക്കെ വരുന്നത്. ഇത് AC വെയിറ്റിംഗ് ഹാളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് റൂം ലേഡീസിൻ്റെ. ഞങ്ങളിവിടുത്തെ ഡോർമെട്രിയിലാണ് നിൽക്കുന്നത്. അതങ്ങ് അവിടെയാണ്. നഹ്റലഗൺ സ്റ്റേഷൻ്റെ കോഡ് NHL എന്നാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ ഇവിടെ. സമയം 4:30 ആയതേ ഉള്ളൂ. ഇവിടെ ഇതാ സൂര്യാസ്തമയം. WDP 4D ആണ് ലോക്കോമോട്ടീവ്. ഗുവാഹത്തി ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ലോക്കോയാണിത്. ഇതിന് ലോക്കോ റിവേഴ്സലുണ്ട് റംഗിയ ജംഗ്ഷൻ. അപ്പോൾ ഇപ്പോഴേ വന്ന് ഇതൊക്കെ കവർ ചെയ്യാമെന്ന് കരുതി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഇരുട്ട് വരുമല്ലോ. വണ്ടി പോകാൻ ഇനി ഒരുപാട് സമയമുണ്ട്. തണുപ്പ് വന്നു തുടങ്ങി. ഇതേ നവീനൊക്കെ തണുത്തിട്ടാണ് നടക്കുന്നത്. ചെറിയ തണുപ്പുണ്ട്, സഹിക്കാൻ വരുന്നുണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോണ്ടല്ലോ നമുക്ക് മറ്റേ ജാക്കറ്റ് പോലെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിടേണ്ടി വരും. അതെടുത്തിടേണ്ടി വരും, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഡോണി പോളോ എക്സ്പ്രസ്. നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ നമ്പർ 158-18. അതാണ് നാഗാലാൻഡിലെ ഷൊക്കുവിയിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്. ഇനിയിപ്പം നമ്മൾ നേരെ ഡോർമെട്രിയിലേക്ക് തന്നെ പോവുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായി പുറത്തോട്ട് പോകാം. സമയം 6:15. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഒരു ധാബ നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്നീ പറഞ്ഞ പോലെ 5 മണിയാകുമ്പോൾ തന്നെ നല്ല ഇരുട്ട് വന്നു. അപ്പം നമ്മുടെ ഡോർമെട്രി എന്ന് പറഞ്ഞാൽ കുറച്ച് ബെഡുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് പുറമെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഇടയ്ക്ക് വന്ന് കയറുന്നൊക്കെ ഉണ്ട്. ആകെ ഒച്ചപ്പാടും ബഹളം തന്നെയാണ്. സമയം വൈകിക്കേണ്ട, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളൊരു ധാബയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങൾ രാത്രി കഴിക്കുന്നത് ആലു പറാത്തയാണ്. അതോടൊപ്പം തന്നെ 2 മാഗിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അച്ചാറുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, പിന്നെ ഇത് നമ്മുടെ കൂർക്കയാണ്. അപ്പം ചൂടോടെ തന്നെ ഇതാ നമ്മുടെ ആലു പറാത്ത. അങ്ങനെ മാഗി കൂടി ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാത്തിനും നല്ല ചൂടാണ്. ഇവിടെ ഈ ഒരു ധാബ മാത്രമേ ഉള്ളൂ. അതായത് ഇതാ സ്റ്റേഷൻ ഇതാ ഈ ഭാഗത്താണ്. ഇറ്റാനഗറിന് കാണുന്നില്ലേ? ഇനിയിപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ അരുണാചൽ പ്രദേശിൽ ആകെ 3 റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത്. ഒന്ന് നമ്മൾ നിൽക്കുന്ന നഹ്റലഗൺ. ഇത് തന്നെയാണ് സ്റ്റേറ്റിലത്തെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേഷൻ വരുന്നത്. കാരണം തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്നതാണ്. ക്യാപിറ്റലായ ഇറ്റാനഗറിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബസ്സൊന്നും അധികം കിട്ടില്ല. പക്ഷേ ഇവിടെ ട്രെയിനുകൾ എത്തിച്ചേരുന്ന സമയത്ത് അപൂർവമായ സമയത്തൊക്കെ ചില സമയത്ത് ബസ്സൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷെയർ ടാക്സി അല്ലെങ്കിൽ സ്വന്തമായ ടാക്സി ഒക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇറ്റാനഗറിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മറ്റ് 2 റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഗുംടോ എന്ന് പറയും. അതായത് ഈ സ്റ്റേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് പോകുമ്പോൾ തന്നെ ആ സ്റ്റേഷൻ കാണാൻ വേണ്ടി കഴിയും. പിന്നെ 3ാമത് വരുന്നത് ബലക്പോങ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അത് ഈ ഒരു ഭാഗത്തേക്കേ അല്ല, അത് കാമങ് എന്ന് പറഞ്ഞ ജില്ലയിലാണ്. അതായത് ആസാമിലത്തെ തെസ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 52 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്റ്റേഷനാണ്. അങ്ങനെ ടോട്ടലി 3 എണ്ണമാണ് അരുണാചൽ പ്രദേശിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. S1 കയറിയിരിക്കുകയാണ്. 59-ഉം 62-ഉം ഈ 2 അപ്പർ ബർത്താണ് നമ്മുടേത്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് നാഗാലാൻഡിലെ ദീമാപൂരിലേക്കാണ്. പക്ഷേ ഈ ട്രെയിൻ ദീമാപൂരിലേക്ക് പോകുന്നില്ല, ഇത് ഷൊക്കുവിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി ഇറങ്ങുന്നത് ആസാമിലെ ദിഫു വരെയാണ്. ദിഫു വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 325 രൂപയാണ്. നല്ല വൃത്തിയുള്ള കോച്ചുകളാണ്. അപ്പർ ബർത്തിന്റെ മുകളിലായാലും ഒരു തരത്തിലുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ പിന്നെ ഒരു നല്ലൊരു സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് അപ്പർ ബർത്ത് സെലക്ട് ചെയ്തത്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നമ്മളൊരു ബ്രദറിനെ വെച്ച് പരിചയപ്പെടുന്നുണ്ടായി. പുള്ളിക്കാരൻ നാഗാലാൻഡ് സ്വദേശിയാണ്. അപ്പോൾ നമുക്കൊന്ന് സംസാരിക്കാം. ബ്രോ, യുവർ നെയിം? Okay, first of all, thank you so much for having me. It was unplanned meet, right? We don't know each other, but നമ്മളെ കണ്ട സമയത്ത് പറയാണ് എന്തൊക്കെയോ സംസാരിച്ചു. അപ്പം വീഡിയോയിൽ വരാനും ആഗ്രഹമുണ്ട്. നല്ല മനുഷ്യനാണ്, ഒരുപാട് സംസാരിച്ചു തരുന്നുണ്ട്. അപ്പം okay, my name is Dimas. Please. From Nagaland, Singyu district. About Shokkuvi. Shokkuvi, okay, all right. Shokkuvi is the second station of the Nagaland.
So it will lead you to Chumukidima, and then from Chumukidima you can explore to Dimapur and then the other parts of അതായത് നമ്മുടെ നാഗാലാൻഡിൽ ടോട്ടലി 2 റെയിൽവേ സ്റ്റേഷൻ. ഒന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ദിമാപൂർ, രണ്ടാമത് വരുന്നത് ഈ ഷൊക്കോവിയാണ്. അപ്പം യുവർ നേറ്റീവ് ലാംഗ്വേജ്? Okay, my native language is Rengma. I belong to Rengma community, and then my native village is Sringi itself. താങ്ക് യു സോ മച്ച്. Thank you for having me. ഇവിടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഒരു ട്രെയിൻ കണ്ട ദേ ഇതിന് വിസ്റ്റോഡോം കോച്ചൊക്കെ ഉണ്ട്. ഇതൊരു ശതാബ്ദിയാണ് ഗുവാഹട്ടിയിൽ നിന്ന് നെഹർലഗുൺ. പിന്നെ തൊട്ടപ്പുറത്ത് 3ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ കണ്ട അത് തിൻസുക്കിയെന്ന് ഇവിടത്തേക്ക് വരുന്ന ഒരു എക്സ്പ്രസ്. കറക്റ്റ് 8:20 നെഹർലഗുൺ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഓൺ ടൈമിൽ തന്നെ വണ്ടി എടുത്ത്. ചെറിയ തോതിൽ തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. ഇപ്പോൾ നെഹ്റലഗുണിനോട് വിട. സ്റ്റേഷൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇവിടുന്ന് കാണുന്നത്. അരുണാചൽ പ്രദേശിലാകെ 3 റെയിൽവേ സ്റ്റേഷനുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു സ്റ്റേഷനാണിത്, ഗുംതോ. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. ഒരു മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. അടുത്തത് ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പ് അസാമിലാണ്. ഇനിയിപ്പോൾ കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അരുണാചൽ പ്രദേശിൽ നിന്ന് ഇറങ്ങും, നേരെ അസാമിലേക്ക് കയറും. ഈ ട്രെയിനിൻ്റെ എല്ലാ കോച്ചിലും, മുഴുവൻ കോച്ചിലും 2 RPF വീതം എല്ലാ കോച്ചിലും ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ ഹാർമത്തി സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇത് ആസാമാണ്. ഞങ്ങളുടെ അപ്പുറത്തിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. തണുപ്പ് കൂടി വരികയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിടണം. അതുപോലെ തന്നെ ഇനി അടുത്ത സ്റ്റേഷൻ ഇപ്പോഴേ ഇല്ല. ഈ നവീനൊക്കെ ഇതാ ഡ്രസ്സൊക്കെ എടുത്തിടലായി. അതുപോലെ തന്നെ ഈ ഒരു ഇതില്ലേ അപ്പുറത്ത് ഒരു കരിങ്കല് പോലെ അല്ലേ, ഒരു സോഫ്റ്റ്നെസ് ഇല്ല. കിടക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പൊടി ഇവിടെ ഫാൻ്റെ ഇവിടെ കുറച്ച് വലിയവർ എല്ലാം പറയാൻ പറ്റില്ല അല്ലേ. വലിയ തിരക്കേട് കണ്ടിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോ പിന്നെ ഇതൊക്കെയാണ് ഇല്ലാതെ നിർത്തിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ എന്താ പറയാ തണുപ്പിന് രാത്രിക്ക് ഇടേണ്ട ഒരു ഡ്രസ്. രക്ഷ നേടുന്നതില്ല എന്നല്ലേ പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റാത്തത്ര തണുപ്പൊന്നുമില്ല കേട്ടോ. സാധാരണ തണുപ്പ് മാത്രമേ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ ഗഹ്പൂർ എന്ന സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇതൊരു കല്യാണ വീടാണ്. ഈ ട്രെയിനിന് രംഗപ്പാറ നോർത്ത്, അതുപോലെ തന്നെ റംഗ്യ, ഗുവാഹട്ടി, കാമാക്യ വഴിയാണ് നേരെ ഷുക്വി ഭാഗത്തേക്ക് പോവുക. ഈ രംഗപ്പാറ നോർത്തില്ലേ, അതുവഴിയാണ് തിൻസുക്കി എന്ന് താമ്പരത്തേക്ക് ഒരു എക്സ്പ്രസ് ഉണ്ട്. അതൊക്കെ ഇതുവഴി തന്നെയാണ് കടന്നു വന്നത്. അതുപോലെ ഗുവാഹട്ടിയിലൊക്കെ വെളുപ്പിനെത്തുക. അപ്പൊ ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:15 അസാമിലെ നാഗോൺ ജില്ലയിലെ ചാപ്പർമുഗ് സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. 6:19 ട്രെയിൻ ഇതാ എടുത്തിരിക്കുകയാണ്. നല്ല കോടയുണ്ട്. സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാണാതെ. സൂര്യൻ ഉദിച്ചാലും വലിയ വെയിലൊന്നുമില്ല. അതായത് വെയിലിൻ്റെ ശക്തിയൊന്നുമില്ല. തണുപ്പൊക്കെ. ഈ നോർത്ത് ഈസ്റ്റിലൂടെ
രാവിലെയുള്ള യാത്രയില്ലേ, അത് മനോഹരമാണ്. നമ്മുടെ ലോക്കോമോട്ടീവ് കാണാം. എന്ത് ഭംഗിയല്ലേ ഇതാ. വെള്ളമൊക്കെ ഉണ്ട്. ആറ് 57 ട്രെയിൻ ഇതാ ഹൊജൈ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൊജയിൽ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഡോണി പോളോ എക്സ്പ്രസിനെ പറ്റി ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത് 2015-ലാണ്. 3 സംസ്ഥാനങ്ങൾ വഴിയാണ് ഇത് കടന്നു പോകുന്നത്. അരുണാചൽ പ്രദേശ്, അതുപോലെ തന്നെ ആസാം, ഇനിയിപ്പോൾ പോകുന്ന നാഗാലാൻഡ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, പലർക്കും ഈ ഡോണി പോളോ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് അറിയുന്നുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു മതമാണ്. അതായത് ഈ അരുണാചൽ പ്രദേശിൻ്റെയും ഒരുപാട് ഭാഗങ്ങളിലും അതുപോലെ തന്നെ ടിബറ്റിൻ്റെ മറ്റ് കുറച്ച് ജനതയും അതുപോലെ തന്നെ ആസാമിലത്തെ കുറച്ച് ആൾക്കാരൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു തദ്ദേശീയ മതവും വിശ്വാസ സമ്പ്രദായമാണ് ഡോണി പോളോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 1970 സമയത്ത് ആ ഒരു കാലത്താണ് അത് ആ ഒരു എന്താ പറയുക, ആ ഒരു മതം എന്താ പറയുക തിരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് ഈ ക്രിസ്തു മതത്തിൻ്റെ കടന്നുകയറ്റം ഹിന്ദു മതത്തിലേക്ക് ആളുകൾ ലയിക്കുന്ന ഒരു സമയത്താണ് ആ ഒരു മതം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്താ പറയുക, ഇതിൻ്റെ അർത്ഥം വരുന്നത്, അതായത് ഡോണി പോളോ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് സൂര്യചന്ദ്രൻ, അതായത് സൂര്യനും ചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലാഗൊക്കെ ഉണ്ട്. ഇറ്റാനഗറിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ അതിൻ്റെ ഉള്ളത്. അതുകൊണ്ട് അതിന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണല്ലോ ഇത്. അതുകൊണ്ടാണ് ഈ ട്രെയിനിൽ ഡോണി പോളോ എന്ന് പറഞ്ഞൊരു പേര് നൽകിയത്. 7:01 ഇപ്പോൾ ഹൊജൈ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. മെയിൻ ടൗൺ ഭാഗമൊക്കെ ഇതുവഴിയാണെന്ന് തോന്നുന്നു. ഇതിലൂടെ ഒരു പാലത്തിൻ്റെ വർക്കൊക്കെ ഉണ്ട് അവിടെ. ട്രെയിൻ ഇപ്പം 100 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേഷൻ എത്തിയെന്ന് തോന്നുന്നു. സ്റ്റേഷൻ തന്നെയാണ്. നമ്മളങ്ങനെ ലങ്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലങ്ക റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഇന്ത്യയിലുണ്ട് ഒരു ലങ്ക, അസാമിൽ. അങ്ങ് അവിടെ കൽക്കരി ലോഡ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അത് ഇവിടെ ഒരു ഇറ്റാച്ചൊക്കെ അതിലോട്ട് കയറ്റുവാണെന്ന് തോന്നുന്നു. ഇപ്പം തണുപ്പിനൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. നല്ല വെയിലൊക്കെ വന്നില്ലേ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോച്ച് ഒരു പഴയ കോച്ചാണ് കേട്ടോ, വലിയ പുതിയതൊന്നുമല്ല. 2016 മേട് കോച്ചാണ് ഇത്. ഇനിയിപ്പോൾ അടുത്തത് ലംഡിങ് ആണ്. ട്രെയിൻ ഇപ്പോൾ ലംഡിങ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലൂടെ ഒരു ട്രാക്ക് വരുന്ന കാണുന്നില്ലേ, അത് ഹഫ്ലോങ് ബദർപൂർ ഭാഗത്ത് വരുന്ന ട്രാക്കാണ്. അതായത് നമ്മുടെ സിൽച്ചർ അഗർത്തല റൂട്ട്. സിയാൽദ സബ്രും കാഞ്ചൻജുംഗ എക്സ്പ്രസ്. സബ്രൂം എന്നത് ഒരു ബംഗ്ലാദേശ് ബോർഡറാണ്. ത്രിപുരയിലെ അഗർത്തലയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ട്രെയിന് പോകാനുള്ളത്. ഇത് രാത്രിയാവും, ഒരു 6 മണി 7 മണിയൊക്കെ ആവും എന്തായാലും അവിടെ എത്തുമ്പോൾ.
ഹഫ്ലോങ് ബദർപൂർ വഴിയാണ് ഈ ട്രെയിൻ പോവുക. കാഞ്ചൻജുങ്ക എക്സ്പ്രസ്. ഇതൊക്കെ LHBയിലേക്ക് മാറുന്ന ടൈമായി. കാരണം ഒരുപാട് പഴയ കോച്ചുകളാണ് ഇതിന് കൂടുതലായിട്ടുള്ളത്. നമ്മളെ പൈസ വാങ്ങിക്കേണ്ടവർ ഒന്നല്ല കൈയൊക്കെ കൊട്ടി. പിന്നെ ഇതിന് ബാങ്കറിലൊക്കെ വേണ്ടി വേണ്ടേ. ഇനിയിപ്പോൾ ഇത് കയറ്റൊക്കെ കയറി പോകുന്ന വഴിയാണ്. പണപ്പിരിവാര് വന്നു. ഇവിടെ ഒരു സിലിഗുഡി ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ഒരു ലോക്കോ ഉണ്ട് ഇവിടെ. ലംഡിംഗ് ജംഗ്ഷൻ 7:43. ലംഡിംഗ് ജംഗ്ഷൻ ഇവിടെ 5 മിനിറ്റോളം സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ഉണ്ടതാ ചായക്ക് കൊണ്ടുപോകുന്നുണ്ട. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള ദീഫു. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി കേട്ടതാ. നല്ല റഷ് ഉണ്ട് ഇവിടെ. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയുടെ ലംഡിംഗ് ഡിവിഷന്റെ കീഴിലാണ് ഈ സ്റ്റേഷനൊക്കെ വരുന്നത്. അതിന്റെ അവസാനം വരുന്നത് ഇത് തന്നെയാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന ഗുവാഹട്ടി റൂട്ട്, ഇനി പോകുന്ന ദിഫു ദിമാപൂർ റൂട്ട്, മറ്റേ റൂട്ട് നമ്മൾ കണ്ടല്ലോ സബ്റൂമിലേക്ക് കാഞ്ചൻജംഗയ്ക്ക് പോകുന്നത് ആ റൂട്ട്, അതായത് ന്യൂ അഫ്ലോങ് ബദർപൂർ റൂട്ട്. ഇവിടുന്ന് സിൽച്ചറിലേക്ക് 198 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. പക്ഷെ ഒരുപാട് ടൈം എടുക്കും. കാരണം ആ റൂട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ലംഡിംഗ് വഴി കടന്നു പോകുന്ന ആകെ 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് വെച്ചാൽ ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസ്. അത് ഇവിടുന്ന് വന്നിട്ട് ഇപ്പം നമ്മൾ പോകുന്ന ദിമാപൂര് തിൻസുക്കിയ വഴി ദിബ്രുഗഡിലേക്ക് പോകും. മറ്റൊരു വണ്ടി എന്നാൽ സിൽച്ചറിലേക്ക് പോകുന്ന അർണോയ് എക്സ്പ്രസ്. അപ്പോൾ അത് ഇവിടുന്ന് വന്നിട്ട് ലോക്കോ റിവേഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് നേരെ അഫ്ലോങ് വഴി നേരെ ബദർപൂർ വഴി സിൽച്ചറിലേക്ക് പോകുന്നത്. അതേ വഴി തന്നെ ബദർപൂർ നേരെ അഗർത്തല വഴിയാണ് സബ്റൂമിലേക്ക് പോകുന്നത്. അപ്പം പല എന്താ പറയുക ഈ നോർത്ത് ഈസ്റ്റിലത്തെ മണിപ്പൂര്, മിസോറാം, ത്രിപുര ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ഡയറക്ഷൻ വരുന്നത് ലംഡിംഗ് തന്നെയാണ്. ഇവിടെ 25 മിനിറ്റിന് മുകളിൽ വണ്ടി നിന്നു. അങ്ങനെ ഇതാ ലംഡിംഗ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ലംഡിംഗ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തൂടെ ആദ്യം തന്നെ ഹിജടകളുടെ ശല്യമാണ്. ഓരോരുത്തർ വരും, വന്നിട്ട് പൈസ ചോദിക്കും, ചോദിച്ചില്ലെങ്കിൽ ഇവിടെയൊക്കെ തല്ലും. അത് വേറൊരു ഉപദ്രവം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ഈ ഭിക്ഷ ചോദിച്ച് വരുന്നവരില്ലേ, അവരുടെ ഒരു ക്യൂ തന്നെയാണ്. ഒരാൾ വന്ന് അടുത്ത കോച്ചിൽ എത്തുമ്പോഴത്തേക്കും അടുത്ത ആൾ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഓരോ കാര്യം ഇങ്ങനെ ഹിന്ദിയിലാണ് ഓരോരോ കാര്യം പറയുക. ഇങ്ങനെ പറഞ്ഞ് വന്നെങ്കിൽ പൈസ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് വേണ്ടി മാത്രം പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കള്ളന്മാരെ ശല്യം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. ഈ ഹിജടകളും ഭിക്ഷക്കാരും കൂടുതലായിട്ടും വരുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. ലംഡിംഗ് എന്ന് ഇനി അങ്ങോട്ട് മുഴുവനും സിംഗിൾ ട്രാക്കാണ്. വിവേക് എക്സ്പ്രസ് ഒക്കെ ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അരുണാചൽ പ്രദേശിലെ നഹർലഗുണിൽ നിന്നും 545 കിലോമീറ്റർ യാത്ര ചെയ്ത ട്രെയിൻ ഇത് അസാമിലെ ദിഫു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 8:53 സമയം. ഇനി നമുക്കിവിടെ ഇറങ്ങാം. ഡോണി പോളോ എക്സ്പ്രസ് ഇതാ ദിഫു റെയിൽവേ സ്റ്റേഷൻ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം നേരെ ഷൊക്കുവിലേക്ക് 33 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇതിൻ്റെ അകത്ത് പന്നിയാണ്. ഇതാ ഇവിടെ ഇത് പന്നിയാണ്. പന്നിക്കൂട്ടങ്ങൾ. അതങ്ങനെ പോയി. ദിഫു ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വിവേക് എക്സ്പ്രസ് ഒക്കെ ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. ഇനിയിപ്പം നമുക്ക് പോകാനുള്ള അടുത്ത ട്രെയിൻ
ഒരു മണിക്കൂർ എന്തായാലും കഴിയും ഇവിടെ എത്താൻ. അതുപോലെ തന്നെ നമ്മളിപ്പം പന്നീനെ കൊണ്ടുവന്ന് കണ്ടുവല്ലോ. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ മീറ്റ് ആണ് ആളുകൾ കഴിക്കുന്നത്, പന്നി. അപ്പൊ നമ്മുടെ വിവേക എക്സ്പ്രസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നൊക്കെ. അതായത് നമ്മുടെ വണ്ടി പാഴ്സലും ലഗേജ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ബോക്സിൽ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ കാണുന്ന ഒരു ഭാഗം ഇതാണ്, പട്ടണത്തിന്റെ ചെറിയ ഭാഗങ്ങൾ. ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ഇവിടെ ബസ്സും നിർത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദിഫു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൊരു എൻട്രി ഇവിടെയാണ്. ഇനിയിപ്പോൾ ദീമാപൂരിലേക്കുള്ള ട്രെയിൻ ഇപ്പം തന്നെ എത്തും, അത് വരാനുള്ള സമയമായി. സ്റ്റേഷൻ്റെ ഭാഗത്തേ ഉള്ളൊരു കാഴ്ചയാണ്. ഇവിടെയും വലിയൊരു ഓട്ടോ സ്റ്റാൻഡ് തന്നെയുണ്ട്. ആകെ പൊടി പിടിച്ചൊരു ഭാഗമാണ് ഇതൊക്കെ. ഞങ്ങളിനി പോകുന്ന വണ്ടി ഗുവാഹത്തിയിൽ നിന്ന് ജൊറാട്ടിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് ദീമാപൂരിലേക്ക് 37 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ. നമ്മളിപ്പോൾ പന്നീനെ കൊണ്ടുവന്ന് കണ്ടില്ലേ, ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ജനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഭക്ഷ്യവിഭവമാണ്, അതായത് മീറ്റാണ് ഈ പന്നി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൽ കൊണ്ടുവന്ന് കണ്ടത്. നമ്മൾ വിവേക എക്സ്പ്രസിലൊക്കെ റെയറായിട്ട് ആ ഒരു കാഴ്ച ചിലപ്പോൾ കണ്ടെന്ന് വരാം. അപ്പോൾ ഈ ഷുക്കുവി വരുന്നത്, അതായത് ആ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിലെ സെക്കൻഡ് വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ദീമാപൂരിന് ശേഷം 2021 അത് ഓപ്പൺ ചെയ്തത്. അതിൻ്റെ ലൈൻ വരുന്നത് ഈ ദിഫു കഴിഞ്ഞിട്ട് ദീമാപൂരേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ദാൻസിരി ജംഗ്ഷൻ വരുന്നത്. അവിടെ നിന്നാണ് ഈ ഷൊക്കുവിലേക്ക് തിരിയുന്ന ആ ഒരു ലൈൻ വരുന്നത്. ഇവിടുന്ന് ഒരു 33 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. ഇതേ പോകാനുള്ള ജനശതാബ്ദി എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. ഡീസൽ ലോക്കോമോട്ടീവാണ്. LHP കോച്ചാണ്. D6 ആണ് നമുക്ക് പോകാനുള്ള കോച്ച്. ഈ ജനശതാബ്ദി എക്സ്പ്രസിന്റെ സീറ്റിംഗ് ലേഔട്ട് ഫേസ് ടു ഫേസ് ആണ്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇതാ ദിഫുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് ദീമാപൂര്. ദിഫു ഭാഗത്തെ വീടുകളാണ് തൊട്ട് മുന്നിലായി കാണുന്നത്. എല്ലാം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. വാർപ്പുള്ള വീട് ഈ ഭാഗത്തധികം കാണാനേ ഇല്ല, ഷീറ്റ് തന്നെയാണ് കൂടുതലും. ട്രെയിനിപ്പോൾ ദാൻസിരി ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നാണ് ഷൊക്കുവിലേക്കുള്ള ഡയറക്ഷൻ വരുന്നത്. 13 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ക്രോസിംഗ് കിട്ടുകയാണ്. മറിയാണി ജംഗ്ഷനിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോകുന്ന BG എക്സ്പ്രസ്. അതുതന്നെയാണ് ഗുവാഹട്ടിയിൽ നിന്ന് ദിബ്രുഗഡിലേക്കുള്ള നാഗാലാൻഡ് എക്സ്പ്രസ്. ബ്രേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വണ്ടി ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അരുണാചൽ പ്രദേശ്, ആസാം എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് ഞങ്ങളിതാ നാഗാലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ദീമാപൂർ റെയിൽവേ സ്റ്റേഷൻ 1 നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഈ ഒരൊറ്റ വീടിൽ തന്നെ 3 സംസ്ഥാനങ്ങൾ. ഇതാണ് 1 നമ്പർ പ്ലാറ്റ്ഫോം. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാം. ദീമാപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ആ ട്രെയിനിൽ വന്ന ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ തന്നെ ഇറങ്ങി. ഇപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഓട്ടോകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പുറത്തേക്കുള്ള ആ ഒരു ഗേറ്റ് അവിടെയാണ്. താങ്ക് യു എന്നൊക്കെ കാണുന്നില്ല. ആ ഭാഗത്തേക്ക് ഒരുപാട് മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇവിടെ തന്നെ പല ഭാഗത്തേക്കും ടാക്സിയൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ സ്റ്റേഷന്റെ പുറത്ത് ഇറങ്ങിയ ഉടനെ തന്നെ നാഗാലാൻഡിന്റെ ക്യാപിറ്റലായ കോഹിമയിലേക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡോണിപോൾ എക്സ്പ്രസ് പോകുന്ന ഷൊക്കുവിയിലേക്ക് നമ്മൾ പോവാതെ ദിഫുവിൽ ഇറങ്ങാൻ കാരണം നമ്മൾ നേരെ ഷൊക്കുവിൽ പോയി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് തിരിച്ചു വരാൻ വേറെ വണ്ടികളൊന്നും തന്നെ ഇല്ല. അതെ, ട്രെയിൻ എടുത്ത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇതേ ട്രെയിൻ തന്നെ വൈകിട്ട് 5:45 മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. അതുവരെ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ അവിടെ ബസ് സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓട്ടോ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ ഓട്ടോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. നമുക്ക് അറിയാത്ത
അറിയാത്തൊരു സ്ഥലം കൂടിയാണല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാതെ നേരെ ദിമാപൂരിലേക്ക് വന്നത്. കാരണം നാഗാലാൻഡിൻ്റെ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടതായിട്ടുണ്ട്. അതായത് ഒരുപാട് മാർക്കറ്റുകളിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ.